അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരങ്ങൾ നിറഞ്ഞ എൻ്റെ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കലയുടെ ചിത്രശലഭങ്ങൾ പാറി പറക്കുന്ന ഈ റിയലൈസോയുടെ വർണ്ണാഭമായ വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് പാൽപാത്രം നിരസിച്ച പ്രണയം. ദാറുൽ അർഖമിന്റെ ജനൽപ്പാളിയിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് നോക്കി. ആകാശം പുതച്ച് കുന്നുകളെല്ലാം മറന്ന് ഉറങ്ങുകയാണ്. ഒരു കൊച്ചു കുട്ടിയെ പോലെ ജനൽപ്പാളിയിലൂടെ തണുത്ത കാറ്റ് അടിച്ചു വീശുന്നുണ്ട്. വെളുത്ത മേഘങ്ങളും നക്ഷത്രങ്ങളും നിറഞ്ഞ ആകാശത്തിനുമിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തകൾ മേഞ്ഞു നടന്നു. ആകാശം പതുക്കെ നിറം മാറുന്നുണ്ട്. പുതിയ പുലരിയിലേക്കുള്ള പുറപ്പാടാണ്. പുതിയ പുലരിയെ വരവേറ്റുകൊണ്ട് കിളികൾ പ്രഭാതഗീതം പാടുന്നു. ഓ, എന്തൊരു പ്രശാന്തത! ആ സൗന്ദര്യത്തിൽ എല്ലാം മറന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ ലയിച്ചു പോയിരുന്നു. മക്കയിലെത്തി സത്യത്തിന്റെ വെളിച്ചം ദാറുൽ അർഖമിന്റെ പുറത്തേക്ക് പ്രസരിക്കണം. അത് മക്ക ഏറ്റെടുത്തു. മക്കയിൽ നിന്ന് പുതിയ പ്രഭാതം ഉദിച്ചുയരും. ആർക്കാണ് ഇവിടെ തടുത്തു നിർത്താനാവുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തകൾക്ക് തീ പിടിക്കുകയാണ്. നാം പറയുന്നത് സത്യമാണ്. അത് മൂടി വെക്കുന്നത് എന്തിനാണ്? അത് പരസ്യമാക്കുക തന്നെ വേണം. ഒടുവിൽ എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ശബ്ദം താഴ്ത്തി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തുടങ്ങി. നബിയെ, നമുക്ക് കഅബയിൽ ചെന്ന് അള്ളാഹുവിനെ കുറിച്ച് പരസ്യമായി പ്രബോധനം നടത്തണം. ഒടുവിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി പ്രബോധനം നടത്തുവാൻ അനുമതി നൽകി. ഉറച്ച മനസ്സോടെ ധീരമായ ചുവടുകൾക്കൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു. തൊട്ടു പിന്നിൽ നബി തങ്ങളും. എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് തനിക്കായിരിക്കണമെന്ന ചിന്തയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ നടക്കാൻ പ്രേരിപ്പിച്ചത്. പ്രമാണിമാരും ധിക്കാരികളും ഗോത്രത്തലവന്മാരും ചിങ്കിടികളും എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു വെടിവട്ടത്തിലേക്കാണ് അവരെ ആരെയും ഭയക്കാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നത്. ഇസ്ലാമിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ ഇറങ്ങി തിരിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരെ എന്തിനു ഭയപ്പെടണം? ഗംഭീരമായ സ്വരത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ഹേ ഖുറൈശികളെ, കേട്ടുകൊള്ളുക. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. അവനെ അല്ലാതെ നിങ്ങൾ മറ്റൊരാളെയും വഴങ്ങരുത്. അള്ളാഹുവിന്റെ തിരുപ്രവാചകരായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി വിജയികളാവുക. അദ്ദേഹത്തിന്റെ സംസാരം പ്രമാണിമാർക്ക് ഒട്ടും രസിച്ചില്ല. ഞങ്ങളുടെ മുമ്പിൽ വന്ന ആളാവുകയോ? അതൊരിക്കലും സമ്മതിച്ചുകൂടാ. മുഹമ്മദിനെയും പുത്തൻ പ്രസ്ഥാനത്തെയും എങ്ങനെ നശിപ്പിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവന്റെ ഒരു ഉപദേശം ഖുറൈശി തലവന്മാർക്ക് കലി കയറി. വിടരുതവനെ! കൂട്ടത്തിലേറെ വിളിച്ചലറി. മുന്നും പിന്നും നോട്ടമുണ്ടായിരുന്നില്ല. ആ ധിക്കാരികളായ ആൾക്കൂട്ടം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽ പാഞ്ഞു കയറി ഇടതടവില്ലാതെ പ്രഹരിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം രക്തം കൊണ്ട് ചുവച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി തറയിൽ വീണു. മകന്റെ ദയനീയ അവസ്ഥ കണ്ട് ഉമ്മ സൽമാ ബീബിയുടെ മുഴുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. തന്റെ മകൻ കണ്ണു തുറക്കുന്നത് ഉമ്മ കാത്തിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണുകൾ തുറന്നു. അത് കാത്തിരിക്കുകയായിരുന്നു ആ ഉമ്മ കയ്യിൽ കരുതിയ പാൽപാത്രം മകനു നേരെ നീട്ടി. കുടിക്കൂ മകനെ. ഉണങ്ങിയ ചുണ്ടുകൾ നാവുകൊണ്ട് നനച്ചു. എനിക്ക് വേണ്ട. എന്റെ നബിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞാൻ വെള്ളം കുടിക്കില്ല. എന്റെ നബി എവിടെ? കൊച്ചു കുട്ടികൾ വാശി പിടിക്കുന്നത് പോലെ അദ്ദേഹം വാശി പിടിച്ചു. അദ്ദേഹത്തിന്റെ വാശിയോട് അവർക്ക് മത്സരിക്കാനാവുകയില്ലായിരുന്നു. ഒടുവിൽ ഉമ്മയുടെയും സഹോദരിയുടെയും ചുമലിൽ തൂങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബയിൽ ദാറുൽ അർഖമിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതമായി ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതമായി ഇരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉമ്മയിൽ നിന്ന് പാൽപാത്രം വാങ്ങി സംതൃപ്തിയോടെ പാല് കുടിച്ചു. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. വാഹർദാൻ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.